പ്ലസ് ടു സയൻസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത്. പക്ഷേ ഇനി ആ ഒരു ഫീൽഡിലേക്ക് പോകാനായിട്ട് താല്പര്യമില്ല. MNC കമ്പനികളിൽ അല്ലെങ്കിൽ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള അത്യാവശ്യം നല്ല റെപ്യൂട്ടേഷനും സാലറിയും ഒക്കെ കിട്ടുന്ന ഒരു കരിയറാണ് നോക്കുന്നത്. അപ്പോൾ ACC ചെയ്യാനായിട്ട് പറ്റുമോ? അത് കൊമേഴ്സ് സ്റ്റുഡൻസിന് മാത്രമായിട്ടുള്ളതല്ലേ? ഇനി ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ ഇനി കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഈ ഒരു ACCA കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമോ? ACCA എടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് മെസ്സേജസ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ സയൻസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിന്, പ്രത്യേകിച്ച് നോൺ കൊമേഴ്സ് സ്റ്റുഡൻസിന് ഈ ഒരു ACCA കോഴ്സ് എടുക്കാനായിട്ട് പറ്റുമോ? പിന്നീട് അതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരാനായിട്ട് ചാൻസ് ഉണ്ടോ എന്നൊക്കെയാണ് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഐ എം അഞ്ജലി പീറ്റർ, വെൽക്കം ടു എൻട്രി കൊമേഴ്സ് പ്രോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ACC അല്ലെങ്കിൽ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സസിലേക്കാണ് ഇൻട്രസ്റ്റ് എങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. കാരണം കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് നമ്മൾ ഓൾറെഡി ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു കോമൺ മിത്താണ് ഈ ഒരു ACCA CMA USA പോലുള്ള കോഴ്സസ് എന്ന് പറയുന്നത് കൊമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ളതാണ്. കാരണം ഇതിൻ്റെ പേര് തന്നെ നമ്മൾ പറയുക കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സസ് എന്നാണ്. പക്ഷേ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സസിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ കൊമേഴ്സ് സ്റ്റുഡൻസിന് മാത്രമല്ല നോൺ കൊമേഴ്സ് സ്റ്റുഡൻസിനും, ഈവൻ നിങ്ങൾ സയൻസ് ആണ് ഹ്യൂമാനിറ്റീസ് ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് വരാം. നമ്മളിപ്പോൾ ഒരു മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ +2 മാർക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു കാര്യത്തിലും കുറച്ച് റിലാക്സേഷൻ ഉണ്ട്. നിങ്ങൾക്ക് വലിയ മാർക്കൊക്കെ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സസിലേക്ക് ചൂസ് ചെയ്യാനും നല്ലൊരു കരിയർ സ്വന്തമാക്കാനായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ പല സ്റ്റുഡൻസിനുള്ളൊരു ഡൗട്ടാണ്, എന്താണ് ഈ കോഴ്സ് എന്ന് നമുക്ക് അറിയില്ല. ഇപ്പോൾ ഇപ്പം കൊമേഴ്സുകാരാണെങ്കിൽ പോലും പലരും ഈ ഒരു കോഴ്സ് എന്താണ് അല്ലെങ്കിൽ എന്തോരം പഠിക്കാനുണ്ടാകും, ടഫാണോ എന്നിങ്ങനെ ഒന്നും അറിയാതെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ട് പലപ്പോഴും ഡ്രോപ്പ് ആകുന്നൊരു സിറ്റുവേഷൻ കാണാറുണ്ട്. സോ നമ്മൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് വേണ്ടി നിങ്ങളിപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫ്രീ ട്രയൽ അറ്റൻഡ് ചെയ്യാനായിട്ട്, ഇപ്പോൾ നമ്മളൊരു കാറ് മേടിക്കുകയാണെങ്കിൽ ആദ്യം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കും അല്ലേ, അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് എങ്ങനെയുണ്ടെന്നൊരു ഫ്രീ ആയിട്ടൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫ്രീ ബ്രിഡ്ജ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ACCA CMA USA കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് എന്തായാലും ഒന്ന് അറ്റൻഡ് ചെയ്തേക്കുക. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് വരുന്നൊരു കോഴ്സാണ്. അതിൽ ഈ ഒരു കോഴ്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, നിങ്ങൾക്കിത് ആപ്റ്റാണ്, അതുപോലെ അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള പോർഷൻസിൻ്റെയൊക്കെ ക്ലാസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ വരുന്ന April 20 നമ്മളൊരു ഫ്രീ ബ്രിഡ്ജ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ പറ്റി കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ പൈസയൊക്കെ മുടക്കി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് പറ്റില്ല എന്ന് തോന്നുന്നതിൽ കാര്യമില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു കോഴ്സ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ രജിസ്ട്രേഷൻ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ACCയിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആയിട്ടും എന്ത് ചെയ്യുക, ആ ഒരു ഫ്രീ ബ്രിഡ്ജ് കോഴ്സ് ഒന്ന് അറ്റൻഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു സയൻസ് സ്റ്റുഡൻസിനാണെങ്കിലും നോൺ കൊമേഴ്സ് സ്റ്റുഡൻസിനാണെങ്കിലും SC ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഈ ഒരു കോഴ്സിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ACCA കോഴ്സിൽ നമുക്ക് ടോട്ടൽ 13 പേപ്പേഴ്സ് ആണ് വരുന്നത്. അത് നോളജ് ലെവൽ, സ്കിൽ ലെവൽ, പ്രൊഫഷണൽ ലെവൽ എന്നിങ്ങനെ 3 ലെവൽസ് ആണ് വരുന്നത്. ഫസ്റ്റ് നോളജ് ലെവലിൽ നമുക്ക് 3 പേപ്പർ ആയിരിക്കും വരിക. അപ്പോൾ +2 കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഫസ്റ്റ് അവർ ചെയ്യുന്നത് നോളജ് ലെവൽ ആയിരിക്കും. നിങ്ങൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് മിക്കവാറും ഒരു 4 to 5 പേപ്പേഴ്സ് വരെ നിങ്ങൾ ആ ഒരു പേപ്പേഴ്സ് ഓൾറെഡി ഡിഗ്രിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ എക്സംഷൻ കിട്ടും, വീണ്ടും അത് എഴുതേണ്ടതായിട്ട് വരില്ല. അപ്പോൾ നെക്സ്റ്റ് വരുന്ന അപ്ലൈഡ് സ്കിൽ ലെവലാണ്. അതിലൊരു 6 പേപ്പേഴ്സ് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പ്രൊഫഷണൽ ലെവൽസിൽ 4 പേപ്പേഴ്സ്. ഇങ്ങനെയാണ് ACCയുടെ സിലബസ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു ഓരോ ലെവൽ വൈസ് വരുന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യൻ കോഴ്സുകളായ CA പോലെ നമുക്കൊരു ഗ്രൂപ്പ് സിസ്റ്റം അല്ല. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എക്സാംസ് ആണ്. ഫസ്റ്റ് 3 പേപ്പേഴ്സിൻ്റെ കേസിൽ ഓൺ ഡിമാൻഡ് എക്സാം ആണ്. നിങ്ങൾ ഓരോ പേപ്പർ വൈസ് പഠിച്ച് നിങ്ങൾ ഓക്കെ ആയിട്ട് നിങ്ങൾ പോയി എക്സാം എഴുതിയാൽ മതി. ദെൻ സ്കിൽ ലെവലിൻ്റെയും പ്രൊഫഷണൽ ലെവലിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് സെൻറ്റർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്. ഒരു വർഷം നമുക്ക് 4 എക്സാം വിൻഡോസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്പെസിഫിക് എക്സാം ഡേറ്റിൽ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ പേപ്പർ വൈസ് എഴുതാനുള്ളൊരു ഫ്ലെക്സിബിലിറ്റി കൂടി അവിടെ വരുന്നുണ്ട്. ഇനി ACCA കോഴ്സിൽ സയൻസ് സ്റ്റുഡൻസിന് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ഇനി അതിൽ നമുക്ക് കുറച്ചൊരു എലിജിബിലിറ്റി കണ്ടീഷൻസ് കൂടിയുണ്ട്. അപ്പോൾ ACCയുടെ ഡയറക്റ്റ് എൻട്രി റൂട്ട്, അതായത് +2 കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർക്ക് ACCA കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ബേസിക് എലിജിബിലിറ്റി
പറയുന്നത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് മാത്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിനും അതുപോലെ ഇംഗ്ലീഷിനും നിങ്ങൾക്ക് +2 മിനിമം 65% സ്കോർ ഉണ്ടായിരിക്കണം. ദെൻ അത് കൂടാതെ ബാക്കിയുള്ള സബ്ജക്റ്റിന് 50% മാർക്ക് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു ACC കോഴ്സിലേക്ക് നിങ്ങൾ എലിജിബിൾ ആകുക ഡയറക്റ്റ് എൻട്രി റൂട്ടിൽ. ഇനി ഇപ്പോൾ ചിലപ്പോൾ സയൻസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി സ്റ്റുഡൻസിൻ്റെ കേസിൽ ചിലപ്പോൾ ഈ മാർക്ക് അവർക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചില സ്റ്റുഡൻസിന് ചിലപ്പോൾ ഈ ഒരു മാത്സും ഉണ്ടാവില്ല, അക്കൗണ്ട്സും അവരുടെ സിലബസിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഈ പറയുന്ന എലിജിബിലിറ്റി നിങ്ങൾ മീറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റിൽ നിങ്ങൾക്ക് ACC ജോയിൻ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. അതാണ് FIA റൂട്ട്, ഫൗണ്ടേഷൻ ഇൻ അക്കൗണ്ടൻസി. അതായത് ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നോളജ് ലെവലിൽ 3 പേപ്പേഴ്സ് തന്നെയാണ് ഈ ഒരു ഫൗണ്ടേഷൻ ഇൻ അക്കൗണ്ടൻസി എന്ന് പറയുന്ന ആ ഒരു റൂട്ടിലും ആ ഒരു കോഴ്സിലും നമുക്ക് വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 3 പേപ്പേഴ്സ് ഉണ്ട്: ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ബിസിനസ് ആൻഡ് ടെക്നോളജി. നോളജ് ലെവലിലും ഈ പേപ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ ഇൻ അക്കൗണ്ടൻസി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നോളജ് ലെവലിൽ 3 പേപ്പേഴ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ട, ഡയറക്റ്റ് നിങ്ങൾക്ക് സ്കിൽ ലെവലിലേക്ക് ജോയിൻ ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ മാർക്ക് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ACC കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഈവൻ 10th ക്വാളിഫിക്കേഷൻ വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് ബേസിക് എലിജിബിലിറ്റി വരുന്നത്. ഇനി സയൻസ് സ്റ്റുഡൻസിൻ്റെ കേസിൽ അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ആക്ച്വലി കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ACC പഠിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കൊമേഴ്സ് സ്റ്റുഡൻസിനെയും സയൻസ് സ്റ്റുഡൻസിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ടൈമിൽ കൊമേഴ്സ് സ്റ്റുഡൻസിന് ആക്ച്വലി ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. ഇവർ ഓൾറെഡി +2 അക്കൗണ്ടിങ് ഒക്കെ പഠിച്ചു വന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ പേപ്പറിൽ നമുക്ക് അക്കൗണ്ടിങ്, ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന പേപ്പേഴ്സ് ഒക്കെ വരുമ്പോൾ ഇവർക്കത് കുറച്ച് ഫെമിലിയർ ആയിരിക്കും. കാരണം ഇവർ ഓൾറെഡി +2 പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റീഫ്രഷ് ചെയ്ത് എടുക്കുന്ന, കാരണം ഫൗണ്ടേഷൻ നോളജ് ലെവൽ എന്ന് പറയുമ്പോൾ കുറച്ച് ബേസ് ലെവലാണ്, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള, ഏകദേശം ആ +2 സിലബസിന് ഒരു ഇത്തിരി കൂടി വരും, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊമേഴ്സ് സ്റ്റുഡൻസിന് കുറച്ചൊരു ഈസി ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഓൾറെഡി അവർക്ക് കണ്ടു പരിചയമുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഇനിഷ്യലി ഇവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ സയൻസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നിങ്ങൾ കംപ്ലീറ്റ്ലി പുതുതായിട്ടുള്ള കുറച്ച് സബ്ജക്ട്സിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് അറിയില്ല, അതുപോലെ ഈ ബിസിനസ് ടേംസ് ഒന്നും ആയിട്ട് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കില്ല. ആ ഒരു ഇനിഷ്യൽ ഡിഫിക്കൽട്ടി നിങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സ് കാര്യങ്ങളുണ്ടായിരിക്കും. ഈവൻ എൻട്രിയുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഒക്കെ കേസിൽ നമ്മൾ ഫസ്റ്റ് ഫൗണ്ടേഷൻ ക്ലാസ് കൊടുത്തിട്ടാണ് ആക്ച്വലി നമ്മുടെ സബ്ജക്റ്റ് വൈസ് ക്ലാസ്സിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ഫ്രീ ബ്രിഡ്ജ് കോഴ്സ് വരുന്ന കേസിൽ അതിൽ നമ്മൾ അത്യാവശ്യം ഫൗണ്ടേഷൻസ്, അക്കൗണ്ട്സിൻ്റെ ബേസ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യം അവിടെ വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് വരെ ഒരു ഇനിഷ്യൽ കൺഫ്യൂഷൻ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വൺസ് നിങ്ങളത് കവർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്ക് +2 സിലബസ് ആണ്, അത്യാവശ്യം നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. കാരണം +2 കൊമേഴ്സിനേക്കാളും കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടോപ്പിക്സ് പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടുള്ളത്. എപ്പോഴും സയൻസ് സ്റ്റുഡൻസിന് സയൻസ് സിലബസ് കുറച്ചുകൂടെ ഹെവി ആയിട്ടാണ് വരുന്നത്. മാത്രമല്ല അവിടെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഇതുപോലുള്ള ടഫായിട്ടുള്ള സബ്ജക്ട്സ് ഹാൻഡിൽ ചെയ്ത് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസും അതുപോലെ തന്നെ ലോജിക്കൽ തിങ്കിങ് ഒക്കെ കൂടുതലായിട്ടുള്ളത് എപ്പോഴും സയൻസ് സ്റ്റുഡൻസിനായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിഷ്യലി നിങ്ങൾ സ്ട്രഗിൾ ചെയ്താലും പിന്നീട് വരുന്ന പേപ്പേഴ്സിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ, അതായത് ഫസ്റ്റത്തെ ആ ഒരു ബേസ് ഒന്ന് ക്രാക്ക് ചെയ്യാനായിരിക്കും നിങ്ങൾ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നത്. പക്ഷേ അത് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ സപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് എന്തായാലും എൻട്രിയിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കൂടുതലും സയൻസ് സ്റ്റുഡൻസ് കൊമേഴ്സ് സ്റ്റുഡൻസിനേക്കാളും സ്കോർ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എഫേർട്ട് ഇടാൻ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും സയൻസ് സ്റ്റുഡൻസിനും ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനും, അതായത് നമ്മുടെ നോൺ കൊമേഴ്സ് സ്റ്റുഡൻസിനും ACC എന്ന് പറയുന്ന പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരാം. അതിൽ യാതൊരു ഡൗട്ടിൻ്റെയും ആവശ്യമില്ല. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ കോഴ്സിൻ്റെ കാര്യം മറക്കണ്ട. നിങ്ങൾക്ക് ACCയിലേക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ആ ഒരു ഫ്രീ കോഴ്സ് നിങ്ങൾക്ക് ഒരു രൂപ പോലും പേയ്മെൻറ്റ് വരുന്നില്ല. എക്സ്പേർട്സിൻ്റെ ഗൈഡൻസ് കിട്ടും, നിങ്ങളുടെ ഡൗട്ട്സ് ലൈവായിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ കംപ്ലീറ്റ് ബേസിക്സ് കാര്യങ്ങളെല്ലാം അതിൽ കവർ ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. താഴെ നമ്മുടെ രജിസ്ട്രേഷൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം.